ജ്ഞാനേശ്വരി ഭഗവത്ഗീതയുടെ ജ്ഞാനേശ്വര ഭാഷ്യം അധ്യായം 18 മോക്ഷസന്യാസയോഗം. ശമോദമസ്തപഃശൗചം ക്ഷാന്തിരാർജവമേവ ച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം. ശമം, ദമം, തപസ്, ശൗചം, ക്ഷമാശീലം, നേർവഴിക്കുള്ള പോക്ക്, ശാസ്ത്രപരിജ്ഞാനം, തത്വാനുഭൂതി, ആസ്തിക്യബുദ്ധി ഇവയെല്ലാം സ്വാഭാവികമായ ബ്രാഹ്മണ കർമ്മമത്രേ. പതിവ്രതയായ ഒരു സ്ത്രീ ഏകാന്തതയിൽ തൻ്റെ പതിയോട് ചേരുന്നത് പോലെയോ ബുദ്ധി സർവ ഇന്ദ്രിയങ്ങളുടെയും വൃത്തിയെ തൻ്റെ നിയന്ത്രണത്തിലാക്കിക്കൊണ്ട് ഏകാന്തതയിൽ ആത്മസ്വരൂപത്തോട് ചേരുമ്പോൾ ബുദ്ധിക്കുണ്ടാകുന്ന ശാന്തമായ അവസ്ഥയാണ് ശമം എന്നറിയപ്പെടുന്നത്. എല്ലാ ബ്രാഹ്മണ കർമ്മങ്ങളുടെയും ഉൽപ്പത്തി സ്ഥാനം ഈ ഗുണമാണ്. രണ്ടാമത്തെ ഗുണം ദമമാണ്. ഇത് ബാഹ്യേന്ദ്രിയങ്ങളെ ശാസ്ത്രവിധിയെന്ന ദണ്ടുകൊണ്ട് ദണ്ഡിച്ച് അവയെ അധർമ്മ മാർഗങ്ങളിൽ പ്രവേശിക്കാതെ അടക്കി നിർത്തുന്നു. സ്വധർമ്മത്തെ അനുസരിച്ച് നടന്നുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കുന്നതിന് ശമത്തോടൊപ്പം ഇത് ജീവനെ സഹായിക്കുന്നു. ഒരു ശിശുവിൻ്റെ ജനനത്തിൻ്റെ 6-ാം ദിവസം രാത്രിയിൽ അത് കിടക്കുന്ന മുറിയിൽ അഖണ്ഡമായി എരിഞ്ഞുകൊണ്ടിരിക്കേണ്ട ദീപത്തെ കാത്തു സൂക്ഷിക്കുന്നത് പോലെ ഈശ്വര സ്വരൂപ വിചാരത്തെ സദാ മനസ്സിൽ ഉറപ്പിച്ചു നിർത്തുന്ന തപസ്സാണ് മൂന്നാമത്തെ ബ്രാഹ്മണ ധർമ്മം. ശൗചം പാപത്തിൻ്റെ സംബന്ധം ഇല്ലാത്തതാണ്. ഇത് 2 വിധത്തിലുണ്ട്, ആന്തരികവും ബാഹ്യവും. മനസ്സ് പരിശുദ്ധമായ ചിന്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് ആന്തരികമായ മാനസിക ശൗചം. സർവ അവയവങ്ങളും അവയ്ക്ക് അനുയോജ്യമായ ആഭരണങ്ങളാകുന്ന സൽക്കർമ്മങ്ങളിൽ മുഴുകി അഴകായിരിക്കുന്നത് ശാരീരിക ശൗചമാണ്. ശൗചം ബ്രാഹ്മണധർമ്മങ്ങളിൽ 4-ാമത്തേതാണ്. ഭൂമിദേവിയെപ്പോലെ സർവവിധമായി സർവകാലത്തിലും സർവത്തെയും ക്ഷമിക്കുന്നതാണ് ക്ഷാന്തി. സപ്തസ്വരങ്ങളുടെ നടുവിൽ പഞ്ചമസ്വരം പോലെ സുഖപ്രദമായിരിക്കുന്ന ഈ ഗുണം ബ്രാഹ്മണ കർമ്മങ്ങളിൽ ഉണ്ടായിരിക്കേണ്ട 5-ാമത്തെ ഗുണമാണ്. ഗംഗയുടെ പ്രവാഹം വളഞ്ഞിരുന്നാലും അതിലെ ജലം ജീവികൾക്കെല്ലാം ഒരേ വിധത്തിൽ പ്രയോജനപ്പെടുന്നത് പോലെയോ കരിമ്പിൻ മുട്ടുകൾ കോണലായിട്ട് വളർന്നാലും അതിലടങ്ങിയിരിക്കുന്ന മധുരരസം ഒന്നായിരിക്കുന്നത് പോലെയോ തനിക്ക് ഗുണം ചെയ്യുന്നവരോടും ദോഷം ചെയ്യുന്നവരോടും ഒരേ രീതിയിൽ പ്രീതിയോടെ പെരുമാറുന്നതാണ് ബ്രാഹ്മണ ധർമ്മങ്ങളിൽ 6-ാമത്തേതായ ആർജവം എന്ന ഗുണം. തോട്ടക്കാരൻ ചെടികളുടെ ചുവട്ടിൽ അനുദിനം വെള്ളമൊഴിച്ച് കഷ്ടപ്പെടുമ്പോൾ അത് പിൽക്കാലത്ത് തനിക്ക് വേണ്ടുവോളം ഫലം തരുമെന്നുള്ള വിശ്വാസം അവനുണ്ട്. അതുപോലെ ശാസ്ത്രവിധി പ്രകാരമുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അതിൻ്റെ ഫലമായി ഈശ്വര പ്രാപ്തി ഉണ്ടാകുമെന്നുള്ള അറിവാണ് ജ്ഞാനം. ഇത് ബ്രാഹ്മണ ധർമ്മങ്ങളിൽ 7-ാമത്തേതാണ്. സത്വശുദ്ധി അതിൻ്റെ മൂർധന്യ ദശയിലെത്തുമ്പോൾ ശാസ്ത്രവിചാരത്താലും ധ്യാന അഭ്യാസത്താലും ഈശ്വര സ്വരൂപത്തെ പറ്റിയുള്ള നിശ്ചയ ബുദ്ധി ഉണ്ടാകുന്നു. അതിൻ്റെ ഫലമായി ഈശ്വര സ്വരൂപത്തിൽ ഒന്ന് ചേർന്ന് നിൽക്കുന്ന ഉത്തമമായ ഗുണമാണ് വിജ്ഞാനം. ഇത് ബ്രാഹ്മണ കർമ്മങ്ങളിൽപ്പെട്ട 8-ാമത്തെ ഗുണമാണ്. ഈശ്വര വിലാസമാണ് 9-ാമത്തെ ഗുണമായ ആസ്തിക്യം. രാജമുദ്രാങ്കിതനായവൻ ആരാണോ അവൻ ആരായാലും അവനെ എല്ലാവരും ആദരവോടെ കൊണ്ടാടുന്നത് പോലെ ശാസ്ത്രം അംഗീകരിച്ചിട്ടുള്ള മാർഗങ്ങൾ ഏതാണോ അതിനെ ആദരവോടെ പിന്തുടരുന്നതാണ് ആസ്തിക്യം. ബ്രാഹ്മണ കർമ്മങ്ങൾക്ക് മേന്മയുള്ള ബ്രാഹ്മണ തത്വത്തെ നൽകുന്നത് ആസ്തിക്യ ഗുണത്തിൻ്റെ ആധിക്യമാണ്. ഇപ്രകാരം ശമം തുടങ്ങിയ 9 നിർദോഷമായ ഗുണലക്ഷണങ്ങൾ ഏത് കർമ്മത്തിൽ കാണപ്പെടുന്നുവോ അത് ബ്രാഹ്മണരുടെ സ്വാഭാവികമായ കർമ്മങ്ങളാണ്. ഈ നവഗുണങ്ങളാകുന്ന ഹാരം കഴുത്തിലണിയുന്ന ബ്രാഹ്മണൻ യഥാർത്ഥത്തിൽ ഈ ഗുണങ്ങളായ രത്നങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു രത്നാകരം തന്നെയാണ്. സൂര്യൻ തൻ്റെ പ്രകാശത്താൽ സദാ അലങ്കരിക്കപ്പെട്ടവനായിരിക്കുന്നത് പോലെ ചമ്പകവൃക്ഷം തൻ്റെ പുഷ്പങ്ങൾ കൊണ്ട് സദാ മനോഹരമായിരിക്കുന്നത് പോലെ ചന്ദ്രൻ ചന്ദ്രികയുടെ ധാവള്യത്താൽ ചാരുത്വമാർന്നിരിക്കുന്നത് പോലെ
ചന്ദനമരം മുഴുവൻ അതിൻ്റെ സുഗന്ധം വ്യാപിച്ചിരിക്കുന്നത് പോലെ നവഗുണങ്ങളായ നവരത്നങ്ങൾ കോർത്തുണ്ടാക്കിയ നിർമ്മലമായ ഈ ആഭരണത്തെ ബ്രാഹ്മണർ സദാ അണിഞ്ഞുകൊണ്ടേയിരിക്കും. ഇനിയും ക്ഷത്രിയ ധർമ്മത്തെപ്പറ്റി പറയാം. നിന്റെ ബുദ്ധി മുഴുവൻ ഉപയോഗിച്ച് ശ്രദ്ധിച്ച് കേൾക്കുക. ശൗര്യം തേജോ ധൃതിർദാക്ഷ്യം യുദ്ധേ ചാപ്യപലായനം ദാനമീശ്വരഭാവശ്ച ക്ഷാത്രം കർമ്മ സ്വഭാവജം. ശൗര്യം, തേജസ്, ധൃതി, ജാഗ്രത, യുദ്ധത്തിൽ പേടിച്ചോടായിക, ദാനം, പ്രഭുത്വം ഇവയെല്ലാം സ്വാഭാവികമായ ക്ഷത്രിയ കർമ്മമത്രേ. സൂര്യൻ പ്രകാശം പരത്തുന്നതിന് ആരുടെയും സഹായം പ്രതീക്ഷിക്കുന്നില്ല. സിംഹം വേട്ടയാടുന്നതിന് ആരെയും കൂട്ടുപിടിക്കുന്നില്ല. അതുപോലെ തൻ്റെ സ്വതസിദ്ധമായ ബലം കൊണ്ടുളവായ ശൂരതയാണ് ക്ഷത്രിയരുടെ കർമ്മങ്ങളിൽ ഒന്നാമത്തേതും മുഖ്യമായതും ആയ ശൗര്യം എന്ന ഗുണം. സൂര്യൻ അതിൻ്റെ പ്രകാശം കൊണ്ട് കോടാനുകോടി നക്ഷത്രങ്ങളെ അദർശനീയമാക്കുന്നു. എന്നാൽ ഈ താരങ്ങളും താരാനാഥനും കൂടി എത്ര വിചാരിച്ചാലും അർക്കനെ അഗോചരനാക്കുവാൻ സാധ്യമല്ല. അതുപോലെ തൻ്റെ പ്രാഗൽഭ്യം കൊണ്ട് ലോകരെ എല്ലാം വിസ്മയിപ്പിക്കുകയും ഏത് വിഷമസന്ധിയിലും അധൈര്യത്തിനിടം നൽകാതിരിക്കുകയും ചെയ്യുന്ന അന്യൂനമായ ശക്തിയാണ് തേജസ്. ഇത് ക്ഷത്രിയൻ്റെ രണ്ടാമത്തെ കർമ്മമാകുന്നു. സൂര്യൻ അതിൻ്റെ പ്രകാശം കൊണ്ട് കോടാനുകോടി നക്ഷത്രങ്ങളെ അദർശനീയമാക്കുന്നു. എന്നാൽ ഈ താരങ്ങളും താരാനാഥനും കൂടി എത്ര വിചാരിച്ചാലും അർക്കനെ അഗോചരനാക്കാൻ സാധ്യമല്ല. അതുപോലെ തൻ്റെ പ്രാഗൽഭ്യം കൊണ്ട് ലോകരെയെല്ലാം വിസ്മയിപ്പിക്കുകയും ഏത് വിഷമസന്ധിയിലും അധൈര്യത്തിനിടം നൽകാതിരിക്കുകയും ചെയ്യുന്ന അന്യൂന്യമായ ശക്തിയാണ് തേജസ്. ഇത് ക്ഷത്രിയൻ്റെ രണ്ടാമത്തെ കർമ്മമാകുന്നു. മൂന്നാമത്തെ കർമ്മം ധൃതിയാകുന്നു. ആകാശം ഇടിഞ്ഞ് തൻ്റെ മേൽ വീണാലും ബുദ്ധിയുടെ കണ്ണായ മനസ്സ് അടയാതിരിക്കുന്നതാണ് ധൃതി. ഒരു സരസിൽ ജലം എത്ര ഉയർന്നാലും സരോജം ജലത്തെ ജയിച്ചുകൊണ്ട് അതിനു മുന്നിൽ ഉയർന്നു നിൽക്കുന്നു. എത്ര ഉയർന്ന വസ്തുക്കളായാലും അതിനു മീതെ ആകാശം പരന്നു കിടക്കുന്നു. അതുപോലെ എത്ര ക്ലിഷ്ടകരമായ അവസ്ഥയും ബുദ്ധിസാമർഥ്യം ഉപയോഗിച്ച് തരണം ചെയ്യുകയും വിജയകരമായ ഒരു പര്യവസാനത്തിന് പാത വെട്ടിത്തുറക്കുകയും ചെയ്യുന്ന ദക്ഷതയാണ് ജാഗ്രത. ഇത് ക്ഷത്രിയൻ്റെ നാലാമത്തെ കർമ്മമാണ്. അലൗകികമായ പരാക്രമത്തോടു കൂടി യുദ്ധം ചെയ്യുകയെന്നുള്ളത് ക്ഷത്രിയരുടെ ഗുണങ്ങളിൽ അഞ്ചാമത്തേതാണ്. സൂര്യകാന്തി പുഷ്പം എപ്പോഴും സൂര്യനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പോലെ ശത്രുവിന് എതിരായി നിന്ന് പടവെട്ടുകയല്ലാതെ പുറം തിരിഞ്ഞോടി മുതുക് കാട്ടുന്നത് ക്ഷത്രിയ ധർമ്മമല്ല. 4 പുരുഷാർത്ഥങ്ങളെക്കാളും ശ്രേഷ്ഠമായത് ഭക്തിയാണെന്നതുപോലെ ഈ അഞ്ചാമത്തെ ഗുണം മറ്റ് 4 ഗുണങ്ങളെക്കാളും ഉത്തമമായതാണ്. ഒരു വൃക്ഷം അതിൻ്റെ പൂവും കായും അതാഗ്രഹിക്കുന്ന ആർക്കും കൊടുക്കാൻ സദാ സന്നദ്ധമാണ്. താമരപ്പൊയ്ക അതിലെ പുഷ്പങ്ങളുടെ പരിമളത്തെ ഉദാരമായി കാറ്റിൽ പരത്തുന്നു. ചന്ദ്രിക ആർക്ക് വേണമെങ്കിലും ആവോളം ആസ്വദിക്കാം. ഇതുപോലെ ആദാതാവിന് തൃപ്തിയാവോളം നൽകുന്ന ദാനം ക്ഷത്രിയരുടെ 6ാമത് ഗുണമാണ്. കർത്തവ്യങ്ങളെ നിറവേറ്റുന്നതിനായി ശരീരം സ്വന്തം അവയവങ്ങളെ പരിപോഷിപ്പിച്ച് അവയെക്കൊണ്ട് ഇഷ്ടപ്പെട്ട ജോലികൾ ചെയ്യിക്കുന്നത് പോലെ പ്രജകളെ ഒരു കുറവും വരാതെ സംരക്ഷിച്ച് അവരുടെ പ്രീതി ആർജിച്ചുകൊണ്ട് അവരുടെ സേവനം സമ്പാദിക്കുന്നതാണ് ഈശ്വരഭാവം. സർവശക്തിയുടെയും ഇരിപ്പിടവും സർവഗുണങ്ങളുടെയും അരജനുമാണ് ക്ഷത്രിയൻ്റെ 7ാമത്തെ കർമ്മമായ ഈ ഈശ്വരഭാവം. ആകാശം സപ്തർഷി നക്ഷത്രങ്ങളാൽ അലങ്കരിക്കപ്പെട്ട് ശോഭിക്കുന്നത് പോലെ ക്ഷത്രിയൻ ഈ 7 കർമ്മങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. ഈ 7 ഗുണങ്ങളുടെ സഹായത്തോടെ ചെയ്യുന്ന കർമ്മങ്ങളിൽ കൂടിയാണ് ക്ഷത്രിയൻ്റെ ക്ഷത്രിയത്വം പ്രകടമാകുന്നത്. യഥാർത്ഥത്തിൽ ക്ഷത്രിയൻ ഒരു സാധാരണ മനുഷ്യനല്ല. അവൻ സത്വഗുണ സ്വർണമലയായ മേരുപർവ്വതമായി നിന്നുകൊണ്ട് സപ്തഗുണങ്ങളാകുന്ന സ്വർഗത്തെ താങ്ങി നിർത്തുന്നു. അവൻ സപ്തസാഗരങ്ങളാലും ചൂഴപ്പെട്ട ഭൂമിയെ പോലെയാണ്. 7 ഒഴുക്കുകൾ ചേർന്ന പരിശുദ്ധയായ ഗംഗയെ പോലെയാണ്. ഈ 7 ഗുണങ്ങളും ക്ഷത്രിയരുടെ സ്വാഭാവിക കർമ്മങ്ങളാണ്. ഇനിയും വൈശ്യരുടെ കർമ്മങ്ങളെപ്പറ്റി പറയാം. കൃഷിഗൗരക്ഷ്യ വാണിജ്യം
वैश्यकर्म स्वभावजं परिचर्यात्मकं कर्म शूद्रस्यापि स्वभावजं. കൃഷി, ഗോരക്ഷണം, വാണിജ്യം ഇവയാണ് സ്വാഭാവികമായ വൈശ്യകർമ്മങ്ങൾ. പരിചര്യാത്മകമായ സേവക കർമ്മം ശൂദ്രനും സ്വാഭാവികമായിട്ടുള്ളതാകുന്നു. ഭൂമി, വിത്ത്, കലപ്പ എന്നിവ കൈമുതലായി വെച്ചുകൊണ്ട് ധാരാളം ലാഭം കൈവരുത്തുന്ന കൃഷി, കന്നുകാലി വളർത്തൽ, ഗോരക്ഷ തുടങ്ങിയ പ്രവൃത്തികളും കുറഞ്ഞ വിലയ്ക്ക് ക്രയവസ്തുക്കളെ വാങ്ങി കൂടിയ വിലയ്ക്ക് വിറ്റ് ലാഭമുണ്ടാക്കുന്ന തൊഴിലുകളും ചെയ്ത് ജീവസന്ധാരണം നടത്തുകയാണ് വൈശ്യരുടെ സ്വാഭാവികമായ കർമ്മങ്ങൾ. വൈശ്യർ, ക്ഷത്രിയർ, ബ്രാഹ്മണർ എന്നീ ദ്വിജന്മാരെ സേവിക്കലാണ് ശൂദ്രന്മാരുടെ കർമ്മം. മറ്റ് കർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള അധികാരം ശൂദ്രർക്കില്ല. ഇപ്രകാരം 4 വർണ്ണങ്ങൾക്കുമുള്ള വിഹിത കർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ വിശദീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. स्वे स्वे कर्मण्यभिरतः संसिद्धिं लभते नरः स्वकर्मनिरतः सिद्धिं यथा विन्दति तच्छृणु. അവനവൻ്റെ സ്വഭാവത്തിനനുസരിച്ച് കർത്തവ്യമായി വന്നു ചേർന്നിട്ടുള്ള കർമ്മത്തിൽ ദൃഢനിഷ്ഠയുള്ള മനുഷ്യർ ജ്ഞാനയോഗ്യതയെ പ്രാപിക്കുന്നു. സ്വകർമ്മനിരതൻ എങ്ങനെയാണ് ജ്ഞാനയോഗ്യത നേടുന്നതെന്ന് കേട്ടുകൊള്ളുക. അല്ലയോ ബുദ്ധിമാനായ അർജുന, കാത് മുതലായ ഇന്ദ്രിയങ്ങൾ ശബ്ദം മുതലായ വിഷയങ്ങളെ പിന്തുടരുന്നത് പോലെ ചാതുർവർണ്ണ്യത്തിൽപ്പെട്ടവർ അവരവർക്ക് വിധിച്ചിട്ടുള്ള ചുമതലകളെ ആധാരമാക്കി കർമ്മങ്ങൾ ചെയ്യേണ്ടതാണ്. മേഘങ്ങളിൽ നിന്ന് പൊഴിയുന്ന മഴയുടെ ലക്ഷ്യം പുഴയിൽ എത്തിച്ചേരുക എന്നുള്ളതും പുഴയുടെ ലക്ഷ്യം സമുദ്രത്തിൽ എത്തിച്ചേരുക എന്നുള്ളതുമാണ്. അതുപോലെ വർണ്ണാശ്രമധർമ്മങ്ങൾ അനുസരിച്ച് സ്വാഭാവിക കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് ഓരോരുത്തർക്കും ഉചിതമായിട്ടുള്ളതായി തീരുന്നു. അത് വെളുത്ത നിറമുള്ള ഒരാൾക്ക് ആ നിറം സൗന്ദര്യദായകമായിരിക്കുന്നത് പോലെയാണ്. അല്ലയോ അർജുന, ശാസ്ത്രമുഖത്ത് നിന്ന് വരുന്നതും വർണ്ണാശ്രമധർമ്മത്തിന് ഇണങ്ങുന്നതുമായ കർമ്മങ്ങൾ ചെയ്യുന്നതിന് ദൃഢമായ തീരുമാനം എടുക്കേണ്ടതാണ്. രത്നം സ്വന്തമാണെങ്കിലും അതിൻ്റെ മൂല്യം നിർണയിക്കുന്നതിന് ഒരു രത്ന വ്യാപാരിയുടെ സഹായം ആവശ്യമായിരിക്കുന്നത് പോലെ ശാസ്ത്രങ്ങൾ നോക്കി കർത്തവ്യം എന്താണെന്ന് മനസ്സിലാക്കണം. അതിന് കാഴ്ചയുണ്ടെങ്കിലും ഇരുട്ടിൽ വെളിച്ചമില്ലാതെ അത് പ്രയോജനപ്പെടുകയില്ല. ഏത് വഴിക്കാണ് നടക്കേണ്ടത് എന്ന് അറിയാൻ കഴിവില്ലെങ്കിൽ കാലുകൾ കൊണ്ട് എന്താണ് പ്രയോജനം? ആകയാൽ ഏത് കർമ്മമാണ് തൻ്റെ വർണ്ണാശ്രമധർമ്മത്തിന് യോജിച്ചതെന്ന് ശാസ്ത്രങ്ങൾ പരിശോധിച്ച് അറിഞ്ഞിരിക്കണം. വീട്ടിലിരിക്കുന്ന നിധി ദീപപ്രകാശത്താൽ ഗോചരമായി കഴിഞ്ഞാൽ പിന്നീട് അത് കൈവശമാക്കുന്നതിന് എന്ത് പ്രയാസമാണുള്ളത്? അതുകൊണ്ട് ശാസ്ത്രത്തിൽ അടങ്ങിയിരിക്കുന്നതും നിന്റെ വിഹിതത്തിന് ഏർപ്പെട്ടിരിക്കുന്നതുമായ കർമ്മങ്ങളെ ആലസ്യം വെടിഞ്ഞ് ഫലങ്ങളെ ഉപേക്ഷിച്ച് നീ ബദ്ധശ്രദ്ധയോടെ ചെയ്യണം. ഇപ്രകാരം വിഹിതകർമ്മങ്ങൾ ചെയ്യുന്നതായാൽ ഒരേ ചാലിൽ കൂടി സുസ്ഥിരമായി പോകുന്ന ജലം വഴിവിടാതെ ഒഴുകുന്നത് പോലെ നിനക്ക് എത്തേണ്ട സ്ഥാനത്ത് എത്തിച്ചേരാം. ഇപ്രകാരമുള്ള കർമ്മങ്ങൾ നിന്നിൽ വൈരാഗ്യം ഉളവാക്കുകയും നീ മോക്ഷത്തിൻ്റെ പ്രവേശന ദ്വാരത്തിൽ എത്തുകയും ചെയ്യും. കൂടാതെ ശാസ്ത്രനിഷിദ്ധമായ അയോഗ്യ കർമ്മങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുന്നത് കൊണ്ട് സംസാര ഭയത്തിൽ നിന്ന് സ്വതന്ത്രനായി തീരുകയും ചെയ്യും. ഇപ്രകാരമുള്ളവൻ ചന്ദനമരം കൊണ്ടുണ്ടാക്കിയ ആമമാണെങ്കിൽ പോലും അതിൽ സ്വയമായി കാലുകൾ ഇടാൻ കൂട്ടാക്കാത്തവനെപ്പോലെ നേരം പോക്കിനായിട്ട് പോലും കാമ്യകർമ്മങ്ങൾ ചെയ്യുന്നതിന് തയ്യാറാവുകയില്ല. നിത്യ നൈമിത്തിക കർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫലത്തിൽ ആശ വയ്ക്കാതെ സർവാത്മന അനുഷ്ഠിക്കുകയാണെങ്കിൽ അവന് മോക്ഷത്തിൻ്റെ അതിർത്തിയിൽ എത്തുന്നതിന് കഴിയുന്നു. ഇപ്രകാരം സംസാരത്തിൻ്റെ ശുഭാശുഭങ്ങളായ സകല ബന്ധങ്ങളെയും ഉപേക്ഷിച്ച അവൻ മോക്ഷത്തിൻ്റെ ഉമ്മറപ്പടിയാകുന്ന വൈരാഗ്യത്തിൽ എത്തിച്ചേരുന്നു. ഈ വൈരാഗ്യം സകല ഭാഗ്യത്തിൻ്റെയും ഉച്ചസ്ഥാനമാണ്. ഇത് മോക്ഷലാഭമെന്ന പരമാർത്ഥജ്ഞാനത്തെ നേടിത്തരുന്നു. ഇത് കർമ്മമാർഗത്തിൽ വേണ്ടിവരുന്ന എല്ലാ ശ്രമങ്ങളുടെയും വിജയകരമായ പര്യവസാനമാണ്. ഇത് മോക്ഷഫലത്തെ പ്രദാനം ചെയ്യുന്ന പൂർവ്വ സുഹൃത കർമ്മങ്ങളാകുന്ന വൃക്ഷത്തിൻ്റെ പുഷ്പമാണ്. ഈ പുഷ്പത്തിൽ കർമ്മയോഗികളാകുന്ന തേനീച്ചകൾ വന്നിരിക്കുന്നു.
ഈ വൈരാഗ്യം ആത്മജ്ഞാന സുദിനത്തിൻ്റെ അരുണോദയമാണ്. കണ്ണിലെഴുതുന്ന ഈ ദിവ്യാഞ്ജനത്തെ ആന്തരിക ലോചനങ്ങളിൽ എഴുതിയാൽ, അതായത് ബുദ്ധിയിൽ എഴുതിയാൽ, അതിൻ്റെ ശക്തി കൊണ്ട് മറഞ്ഞു കിടക്കുന്ന ആത്മജ്ഞാന ഭണ്ഡാരത്തെ കണ്ടെത്താം. ഇപ്രകാരം വിഹിത കർമ്മങ്ങളെ ശാസ്ത്രാനുസാരമായി അനുഷ്ഠിക്കുന്നതിനാൽ മോക്ഷമടയുന്നതിനുള്ള യോഗ്യത ലഭിക്കുന്നു. ഈ വിഹിത കർമ്മങ്ങൾ മാത്രമാണ് ഒരു സത്യാന്വേഷിയുടെ യഥാർത്ഥ ആലംബം. ഇതിൻ്റെ അനുഷ്ഠാനം സർവാത്മകനായ എനിക്ക് അവൻ ചെയ്യേണ്ട പൂജകളിൽ ഏറ്റവും ഉത്തമമായ പൂജയാണ്. തൻ്റെ പതിയോട് ഒത്തുചേർന്ന് എല്ലാ ഭോഗസുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് അദ്ദേഹത്തെ രമിപ്പിക്കുന്നത് പതിവ്രതയായ ഒരു സ്ത്രീയുടെ തപസ്സാണ്. തൻ്റെ നിലനിൽപ്പിന് ആധാരമായ മാതാവിനെ സേവിക്കേണ്ടത് ഒരു ബാലൻ്റെ ധർമ്മമാണ്. തൻ്റെ ജീവൻ നിലനിർത്തുന്നതിന് ആവശ്യമായ ജലമാണ് ഇതെന്ന ധാരണ മാത്രമേ ഉള്ളൂവെങ്കിലും ഗംഗയിൽ ജീവിക്കുന്ന ഒരു മത്സ്യത്തിന് എല്ലാ തീർത്ഥജലങ്ങളെയും സേവിക്കുന്ന പുണ്യം ലഭിക്കുന്നു. അതുപോലെ ഓരോരുത്തരും തനിക്ക് വിഹിതമായിട്ടുള്ള കർമ്മങ്ങളെ അനുഷ്ഠിക്കാതെ നന്മ ലഭിക്കുന്നതിന് മറ്റ് ഉപായങ്ങളില്ലെന്ന ദൃഢനിശ്ചയത്തോടെ അവയെ അനുഷ്ഠിച്ചാൽ അതാണ് ഈശ്വരന് ചെയ്യുന്ന ഉത്തമമായ സേവനം. തന്മൂലം ഈശ്വരൻ അവന് കടപ്പെട്ടവനായിരിക്കും. വിധിച്ച കർമ്മങ്ങളെ അനുഷ്ഠിക്കുക എന്നുള്ളത് ഈശ്വര മനോഗതമാണ്. ആകയാൽ അത് അനുഷ്ഠിക്കുന്നവർ ഈശ്വരനെ പ്രാപിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമേ ഇല്ല. ഒരു ഭൃത്യ പോലും രാജശാസന പ്രകാരമുള്ള പരീക്ഷണത്തിൽ വിജയിച്ചാൽ രാജ്ഞിയാകാൻ ഇടയാകുന്നു. ജീവൻ പോലും ത്യജിച്ച് രാജാവിനെ സേവിക്കുവാൻ തയ്യാറാകുന്നവനെ രാജാവ് ബഹുമാനിച്ച് തലയിലേറ്റി വയ്ക്കുന്നു. അതുപോലെ ഈശ്വരൻ്റെ മനോഗതം മനസ്സിലാക്കി അതിനോട് ഇണങ്ങി നടക്കുന്നത് ഈശ്വരനോട് ചെയ്യുന്ന പരമ സേവയാണ്. ഇതല്ലാതെ മറ്റുള്ളതെല്ലാം വാണിജ്യപരമായ സേവയാണ്.